ഹായ് ഓൾ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ആൽമണ്ട് ഓയിൽ വെച്ചിട്ടൊരു ഫേസ് ജെല്ലും ഷവർ ജെല്ലുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഷവർ ജെല്ലും ഫേസ് വാഷും ആണ്. അപ്പോൾ ഇതിൻ്റെ ആൽമണ്ട് ഓയിലിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. അപ്പം നമ്മുടെ സ്കിന്നിനെ വൈറ്റൻ ചെയ്യാനും സ്കിന്നിനെ മോയ്സ്ചറൈസർ നിലനിർത്താനും എല്ലാം ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സണ്ണിൽ നിന്നുള്ള ഒരു റേഡിയേഷൻ അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റിലും. അതുപോലെ തന്നെ ഇതും അങ്ങനെയാണ്. നമ്മുടെ മുഖം ക്ലെൻസ് ചെയ്യാനും നമ്മുടെ മുഖത്തിന് ഒരു ചെറിയ വൈറ്റനിങ് എഫക്റ്റൊക്കെ കിട്ടാനും ഈവൻ നമുക്ക് ഷവർ ജെല്ലായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഫോമൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് നമുക്ക് കടകളിൽ നിന്ന് കെമിക്കൽസ് ഒന്നും മേടിച്ച് യൂസ് ചെയ്യേണ്ട. അപ്പം നമുക്കിത് മുന്നോട്ട് പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായുള്ള വീഡിയോസ് തന്നെയാണ് ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കതൊക്കെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള ബാക്കിയുള്ള വീഡിയോസുകളൂടെ കണ്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ 100 ml ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് DM വാട്ടറാണ്, ഡീമിനറലൈസ്ഡ് വാട്ടറാണ്. അല്ല ടാപ്പ് വാട്ടറോ ചൂടുവെള്ളം ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഞാനിത് 20 ml ആണ് നമ്മൾ ഒരു ഇതെടുക്കുന്നത്, DM വാട്ടർ എടുക്കുന്നത്. അപ്പോൾ 20 ml എടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 ml റോസ് വാട്ടറും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റോസ് വാട്ടർ ഇടുമ്പോൾ നമുക്ക് നല്ല ഒരു സ്മെല്ലും കൂടെ കിട്ടും. DM വാട്ടറിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഹൈഡ്രോസോൾ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റോസ് വാട്ടറാണ് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് മൊത്തം ഇത് 46.5 ആണ് നമുക്ക് വാട്ടർ വേണ്ട. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്, സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആൽമണ്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ആൽമണ്ട് ഓയിൽ ഒരു 5 ml ഒഴിക്കാം. ഓക്കെ, 5 ml ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അവക്കാഡോ ഓയിലാണ്, അതും ഒരു 5 ml ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 10 ml ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ മാത്രമായിട്ടാണ് അതെടുക്കുക. ഞാനിപ്പോൾ ആൽമണ്ട് ഓയിൽ പ്ലസ് അവക്കാഡോ ഓയിലാണ്, കുറച്ചും കൂടെ മോയ്സ്ചറൈസിങ് സ്കിന്നിന് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഒലീവിയം മെഷർ ചെയ്യുക. ഒലീവിയം 10,000 ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതൊരു 8 gram വേണം. ഇത് നമ്മുടെ സോളിബൈസറും തിക്കനറും ഒക്കെയാണ്. അപ്പോൾ ഇത് നല്ലൊരു സ്മൂത്തനിങ് എഫക്റ്റ് നമ്മുടെ പ്രോഡക്റ്റിന് സിൽക്കി ഫിനിഷ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഒലീവിയം എടുക്കുന്നത്. ഒലീവിയം ഇത്തിരി കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് BTMS ഉണ്ടെങ്കിൽ BTMS യൂസ് ചെയ്താലും മതി. എൻ്റെ കയ്യിൽ ഒലീവിയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒലീവിയം എടുക്കുന്നത്. BTMS 50 ആണെങ്കിൽ ഇതേ എഫക്റ്റ് തന്നെയാണ്, തിക്കനർ ആൻഡ് എമൽസിഫയർ ആണ്. അപ്പോൾ നമ്മളതൊരു 8 gram എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഓയിൽസിലോട്ട് ആഡ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്യണം. നമുക്കിന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ നമ്മുടെ വാട്ടറിലോട്ട് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഹീറ്റ് ഒരേപോലെ എല്ലായിടും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി വാട്ടർ ബാത്തിൽ നിന്ന് ഇതിനെ മാറ്റാം. ഇതുപോലെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിനി മാറ്റാം. അപ്പോൾ നമ്മൾ വാട്ടർ ബാത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു വിസ്ക് വെച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഇരിക്കുന്നതോറും ഒലീവിയം ഉള്ളതോടെ തിക്കാവും. അപ്പോൾ ഇതൊന്ന് തിക്കായി വരും. നമ്മളിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ജാന്തങ്കം ഒരു 6 gram ജാന്തങ്കമിന് ഒരു ഗ്ലിസറിനകത്തോട്ട് ഞാനൊരു 0.5 gram നമ്മുടെ സാന്തങ്കം വെജിറ്റബിൾ ഗ്ലിസറിനകത്ത് സാന്തങ്കം മിക്സ് ചെയ്ത് നന്നായിട്ട് വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സാന്തങ്കം നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഡക്റ്റ് തിക്കനായി വരും. ആഡ് ചെയ്തു. നമുക്കിനി നമ്മൾ നന്നായിട്ട് വിസ്ക് ചെയ്യാം. അപ്പോൾ മിക്സിങ്ങാണ് നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, നൂൽ കൺസിസ്റ്റൻസി നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഇങ്ങനെ വരണം. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ഇങ്ങനെ നമ്മൾ ഈ വിസ്കി പിടിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി ഒറ്റ നൂലായിട്ട് വരണം. അപ്പോൾ നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് സർഫക്റ്റൻ്റ് വേണം. ഡിസൈൽ ഗ്ലൂക്കോസൈലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നോൺ അയോണിക് സർഫക്റ്റൻ്റാണ്. ഇത് പ്ലാന്റ് ഡിറൈവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എത്ര വേണം, നമ്മുടെ ഇതിന് ഫോം കൊടുക്കണ്ടേ. അപ്പോൾ നമുക്കൊരു 20 gram ഇത് വേണം മെഷർ ചെയ്തെടുക്കാം. നമ്മുടെ ഇത് പതയാൻ വേണ്ടിയാണ് നമ്മൾ സർഫക്റ്റൻ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ നമ്മൾ 20 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒഴിക്കുന്നത് CABP ആണ്. അത് നമുക്ക് ഇതും ഫോം ബൂസ്റ്ററാണ്. ഇത് കുറച്ചും കൂടെ നല്ല തിക്നെസ്സും നല്ല ഫോമും കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ 10 gram ആണ് യൂസ് ചെയ്യുന്നത്. 10 gram. ഇത് രണ്ടും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കും. ഇനി നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം, സ്മെൽ ആഡ് ചെയ്യണം, pH ടെസ്റ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ നമ്മുടെ പ്രോഡക്റ്റിന്. ഓക്കെ, നമ്മുടെ കൺസിസ്റ്റൻസി കണ്ടോ, ക്രീമി കൺസിസ്റ്റൻസി, നല്ല ഫോമി ആയിട്ടുള്ള നല്ലൊരു ഫേസ് വാഷാണ്. ആൽമണ്ട് ഓയിൽ, നമ്മൾ ഒഴിച്ചിരുന്ന അവക്കാഡോ ഓയിൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് പ്രിസർവേറ്റീവ് എടുക്കാം.
പ്രിസർവേറ്റീവ് നമ്മൾ എടുക്കുന്ന 0.5 ആണ്. നമ്മുടെ പ്രോഡക്റ്റിന് സെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടി 0.5 മതി. ഞാൻ ജിയോഗ DCT ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ജിയോഗ DCT ആണ്. ഇത് പിർണിസോയുടെ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലോട്ട് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാം. ഇനി വേണ്ടത് ഫ്രാഗ്രൻസ് ഓയിലാണ്. അതും കൂടെ മെഷർ ചെയ്യാം. ഒരു 2 to 3 ഡ്രോപ്സ് ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ, ബട്ടർ സ്കോച്ചിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഇത് ചെറിയ ഹോളേ ഉള്ളൂ, അതിന് കുറച്ചേ വീഴുള്ളൂ. അപ്പോൾ ഞാനൊരു നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നല്ല സ്മെല്ല് വേണമെങ്കിൽ കുറച്ചേറെ ആഡ് ചെയ്യാം. ഞാൻ അത്രേ ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യാം. കൺസിസ്റ്റൻസി കണ്ടില്ലേ. ഇനി നമുക്ക് pH ടെസ്റ്റ് ചെയ്യണം. pH ടെസ്റ്റ് ചെയ്യാൻ നമ്മളെപ്പോഴും 8 ഗ്രാമോളം ഡിസ്റ്റിൽ വാട്ടർ എടുക്കുക. ഓക്കെ, അതിലോട്ട് നമുക്ക് ഒരു 2 ഗ്രാം നമ്മളുടെ പ്രോഡക്റ്റ് ആഡ് ചെയ്യുക. മിക്സ് ചെയ്യുക, നല്ലതായിട്ട് മിക്സ് ചെയ്യണം. pH സ്ട്രിപ്പ് എടുക്കുക, നമ്മളൊന്ന് ഡിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ pH നോക്കാൻ 10 സെക്കൻഡ്സ് നമ്മൾ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക നമ്മുടെ pH ഏത് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, 5 to 6 റേഞ്ചിൽ നമ്മുടെ pH വന്നിട്ടുണ്ട്. ദിസ് ഈസ് പെർഫെക്റ്റ് ഫോർ അവർ സ്കിൻ. നമുക്ക് സ്കിന്നിന് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് മതി. ഇനി നമുക്ക് ബോട്ടിലോട്ട് മാറ്റാം. നമുക്ക് pH അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് സെറ്റായിട്ടുണ്ട്. നമുക്കിതിനെ ബോട്ടിലോട്ട് മാറ്റാം. ഈ ടൈമിൽ നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. 2 ഡ്രോപ്സ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബോട്ടിലോട്ട് മാറ്റാം. സോ ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നല്ല സൂപ്പറായിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ പത കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ. ഇനി നമുക്കിതിൻ്റെ പത നോക്കാം. ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് നമുക്ക് കയ്യിലോട്ട് എടുക്കാം. കണ്ടോ, ആൽമണ്ട് ഓയിൽ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് പത വേണ്ട. നമുക്ക് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യാനായിട്ടുള്ളത് നോർമലായിട്ടുള്ള ഒരു നല്ല, കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.